സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിനൊരു അന്തസ്സ് വേണം, അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ ഒരുപാട് ശവാദുമാരും ദാണ്ട് ഇതുപോലുള്ളവർക്കും എന്ത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി വരും. സവാദിനെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതുപോലുള്ളവർക്ക് എന്തും പറയാൻ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്ത ദീപക് ഒരു നിരപരാധി ആയിരിക്കണം. നിരപരാധി ആയിരിക്കണം എന്നല്ല, അയാൾ 100% നിരപരാധിയാണ്. അയാളുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾ ഈ ആത്മഹത്യ ചെയ്യേണ്ട ഏതൊരു കാര്യമില്ല. നമ്മുടെ പഴയ സവാദൊക്കെ ചെയ്യുമ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്ത ബസ്സിൽ കയറി പരിപാടി ചെയ്തത് ക്യാമറയൊന്നും കണ്ട് പേടിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ഇവർക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ, അതായത് ഈ വീഡിയോ ഇട്ട പുള്ളിക്കാരൻ ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ അലക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം ഇദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾക്ക് സംഖ്യയായിരുന്നു. അതാണ് കാരണം. ചുമ്മാ ഒരാളിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ.